വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്നാ എനിക്ക് പോവായിരുന്നു. പൊക്കോ. വീട്ടുകാരുടെ സമ്മതം കൂടി ആയപ്പോ ലൈസൻസ് ആയി അല്ലേ? എന്തിനുള്ള ലൈസൻസ്? ഞാൻ കരുതിയത് നീ എന്നെ മിസ് ചെയ്തതിന്റെ സങ്കടത്തിലാവൂന്ന്. എന്ത് സങ്കടമല്ലേ? അപ്പോ നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞാൻ അരുണുമായി കൊഞ്ചിക്കൊഴയാൻ വന്നതല്ല. നിന്റെ കാര്യം തന്നെയാ ഞാൻ അവനുമായിട്ട് സംസാരിച്ചത്. അവനോട് എന്റെ കാര്യം നിനക്കെന്താ ഇത്ര പറയാനുള്ളത്? ദേ, എന്നോട് പ്രോമിസ് ചെയ്തൊന്നും നീ മറന്നുപോരുത്. അതല്ല അപ്പോ, അയാളോട് ഈ പ്രപ്പോസലിൽ നിന്ന് ഒന്ന് പിന്മാറണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവൻ തയ്യാറല്ല അല്ലേ? അവൻ പിന്മാറിയില്ലെങ്കിൽ എന്താ നിന്റെ ഉദ്ദേശം? എനിക്കറിയില്ല. ഇപ്പൊ അതൊന്നും അല്ല എന്റെ പ്രശ്നം. എനിക്കറിയേണ്ടത് എന്താ നിന്റെ പ്ലാൻ എന്നാ. എന്ത് പ്ലാൻ? അപ്പോ ഒന്നെങ്കിൽ നിന്നെക്കുറിച്ച് നിനക്കുള്ള തെറ്റിദ്ധാരണകൾ സ്വയം മാറ്റണം. എന്നിട്ട് എല്ലാവർക്കും പരിചയമുള്ള പഴയ അപ്പുവായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ ബാക്കിയോടെ പറയേ. അപ്പോ നമുക്കെല്ലാം വിശദമായി നമ്മുടെ വീട്ടുകാരോട് തുറന്നു പറഞ്ഞാലോ? അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നിനക്ക് ഈ ക്രൈസിസ് ഈസിയായി ഓവർകം ചെയ്യാൻ പറ്റും. അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് മാളു. എന്റെ പ്രശ്നം നമ്മുടെ വീട്ടുകാർ ഒരിക്കലും ഞാനോ നീയോ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കണം, ആണായി തന്നെ. അതിൽ കുറഞ്ഞൊന്നിനും ഒരിക്കലും എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. വാ പോവാ. വിപി, മുരളി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഫോൺ എടുക്കാത്തപ്പോഴേ തോന്നി തന്നോട് നല്ല തിരക്കിലായിരിക്കുന്ന. അതെ, നെക്സ്റ്റ് മന്ത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട വർക്കാ. ഒന്നും ആയിട്ടില്ല. നമ്മൾ കൂടെ നിന്നെങ്കിലേ പറ്റൂ. അല്ല, എന്താ വിപി വന്നത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ ഒരു സീരിയസ് മാറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ മുരളി ഇത്ര തിരക്കി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സാരമില്ല, മുരളിയുടെ ജോലി നടക്കട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അത് വേണ്ട, വിപി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് സംസാരിക്കാം. പറഞ്ഞോളൂ. ഏയ്, അത് വേണ്ട. തന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് കിട്ടണം എനിക്ക്. എന്നാ പിന്നെ വൈകിട്ടായല്ലോ, ഞാൻ വീട്ടിലോട്ട് വരാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അത് ശരിയാവില്ല മുരളി. ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ വിപി, അപ്പുവിൻ്റെ കാര്യം വല്ലതും ആണോ? അപ്പുവിൻ്റെയും മാളുവിൻ്റെയും കാര്യ. എന്താ വിപി, എന്താ കാര്യം? വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. മുരളി, തുടക്കത്തിലേ പറയട്ടെ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളെക്കുറിച്ചാണ്. ഒരച്ഛനെന്ന നിലയിൽ അതെന്നെപ്പോലെ തന്നെ മുരളിയെയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താ വിപി, ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറ. പറയാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിഞ്ഞ കാര്യത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കേൾക്കുമ്പോൾ താൻ പാനിക്കാവരുത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇല്ല വിപി, കാര്യത്തിലേക്ക് വാ. അപ്പോൾ അന്ന് കോളേജിൽ ഇഷ്യൂ ഉണ്ടാക്കിയത് കോളേജിൽ ഫ്രണ്ട്സിനിടയിൽ നടന്ന ഒരു ലൂസ് ടോക്കിൽ ദേഷ്യം പിടിച്ചിട്ടാണല്ലോ.
എന്തായിരുന്നു അവളെ ഇത്രയേറെ പ്രകോപിപ്പിച്ച ആ കളിയാക്കലെന്ന് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാനൊന്ന് അന്വേഷിച്ചു. ചോദിച്ചത് മറ്റാരോടുമല്ല, നമ്മുടെ അരുണിനോട് തന്നെ. ആദ്യമൊക്കെ അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ അരുൺ എന്നോട് ആ തമാശയെക്കുറിച്ച് പറഞ്ഞു. ആ തമാശ വല്ലാതെ ക്രൂരമായ ഒന്നായിരുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തതിന് അപ്പുവിനെ കുറ്റപ്പെടുത്താനും തോന്നിയില്ല. എന്തായിരുന്നു അത്? അപ്പുവിൻ്റെയും മാളുവിൻ്റെയും തിക് ഫ്രണ്ട്ഷിപ്പിനെ മറ്റു കുട്ടികൾ മോശമായ ഒരു അർത്ഥത്തിലാണ് കണ്ടത്. അവരെപ്പോഴും ഒരുമിച്ചാവുമല്ലോ. അങ്ങനെ എപ്പോഴും എവിടെയും ഒരുമിച്ച് നടക്കുന്ന രണ്ട് പെൺകുട്ടികളെ കളിയാക്കാൻ കൂട്ടുകാർ ആ ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ സ്വർഗാനുരാഗമെന്നോ ലെസ്ബിയൻസ് എന്നോ. ഛേ, ഇതൊക്കെ അരുൺ. അയാളിതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു പ്രപ്പോസലുമായി അരുൺ നമ്മളിലേക്ക് വരില്ലല്ലോ. എന്നാലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാന്ന് വെച്ചാൽ കേട്ടിട്ടൊരുമാതിരി. കേട്ടപ്പോൾ എനിക്കും ഇതേ ഫീലിംഗ് ആയിരുന്നു മുരളി. അരുണിനോട് ഞാനൊന്ന് ദേഷ്യപ്പെടുക കൂടി ചെയ്തു. കൂട്ടുകാർ പടച്ചുണ്ടാക്കിയ ഒരു ക്രൂരമായ തമാശയെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ എന്നെ ഏറെ തളർത്തിക്കളഞ്ഞത് ആ വൃത്തികെട്ട തമാശ കഥയിൽ എവിടേക്കോ ചില സത്യങ്ങളുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടപ്പോഴാണ്. ബിപി, എന്തൊക്കെ ഈ പറയുന്നേ? സംശയങ്ങളാണ്, സാധ്യതകളാണ്. അതൊന്നും സത്യമായിക്കൊള്ളണമെന്നില്ല. സത്യമാകരുതേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും. നോ, നെവർ. ബിപി വെറുതെ നമ്മുടെ മക്കളെ പറ്റി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതൽ അപ്പുവിനെയും മാളുവിനെയും ഞാൻ വളരെ ക്ലോസായി ഒബ്സർവ് ചെയ്യായിരുന്നു. ഒട്ടും മുൻധാരണകളില്ലാതെ തന്നെ. നമ്മൾ വിലക്കിയിട്ടും അപ്പുവും ആളും ഒരുമിച്ച് ഒരേ റൂമിൽ തന്നെ ഉറങ്ങണമെന്ന് വാശി പിടിച്ചതും നമ്മളറിയാതെ അതിനുവേണ്ടി ശ്രമിച്ചതുമൊക്കെ കുഞ്ഞുനാൾ മുതലേയുള്ള ശീലം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും വിശ്വസിച്ചത്. പക്ഷേ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് വളർന്നു എന്ന് മനസ്സിലാക്കിയത് മാളുവിന് വന്ന അരുണിന്റെ പ്രപ്പോസല് അപ്പുവായിട്ട് മുടക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അതിനുവേണ്ടി അവൾ എന്നോട് കള്ളം പറഞ്ഞു. പക്ഷേ എന്നെ അതിലും അത്ഭുതപ്പെടുത്തിയതും വേദനിപ്പിച്ചതും അത് മാളുവിന്റെ അറിവോട് കൂടിയാണ് എന്നറിഞ്ഞപ്പോഴാണ്.